താരസംഘടനയ്ക്കെതിരെ ആഞ്ഞടിച്ച് നടൻ പൃഥ്വിരാജ്. നടിയെ ആക്രമിച്ച കേസിൽ AMMAയ്ക്ക് വീഴ്ച സംഭവിച്ചു. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകണമെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പഴുതടച്ച അന്വേഷണം വേണമെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും പൃഥ്വിരാജിന്റെ ഉറച്ച നിലപാട്. ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം. ഇനി അതല്ല, അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച്. ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തിടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത്തരമൊരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം. പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ. ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം. കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. അലി അക്ബർ ഷാ, ശക്തമായ നിലപാടെടുക്കാൻ അതിനൊരു തെളിച്ചമുള്ള മനസ്സോടെ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു കുറ്റകൃത്യം താൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള ആൾക്കേ കഴിയൂ. അങ്ങനെയുള്ള ഒരു ശക്തമായ നിലപാട് പവർ ഗ്രൂപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോഴായാലും AMMAയുടെ നേതൃത്വത്തിൽ പൊളിച്ചെഴുത്തു വേണ്ടേ, കുറ്റാരോപിതർ മാറി നിൽക്കേണ്ടേ എന്ന് ചോദിച്ചാലും ഏത് ചോദ്യത്തിനും വ്യക്തമായ മറുപടിയല്ലേ ഇന്ന് പൃഥ്വി നൽകുന്നത്? തീർച്ചയായും സുജയ, അങ്ങനെ തന്നെ പറയണം. ക്രിസ്റ്റൽ ക്ലിയറായ മറുപടികൾ തന്നെയാണ് പൃഥ്വിരാജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മറ്റു പല സിനിമാ അഭിനേതാക്കളുടെയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അവിടെയും ഇവിടെയും തൊടാതെയുള്ള പ്രതികരണങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് പൃഥ്വിരാജിന്റെ പ്രസ് മീറ്റിൽ ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും മറ്റൊരു പരിപാടിക്ക് വേണ്ടി വന്നതാണെങ്കിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായി തന്നെയായിരുന്നു പൃഥ്വി ഇന്നത്തെ ഈ പ്രസ് മീറ്റിൽ ഇരുന്നത്. അത്തരം ചോദ്യങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പ്രസ് മീറ്റ് തുടങ്ങിയതും. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഓരോ ആരോപണങ്ങളിലും കൃത്യമായ അന്വേഷണം, ഓരോ വെളിപ്പെടുത്തലുകളിലും കൃത്യമായ അന്വേഷണം നടക്കണം. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ശക്തമായ ശിക്ഷ നടപടികൾ ഉണ്ടാകണം. അതുപോലെ തന്നെ വ്യാജമായ ആരോപണങ്ങൾ ഇത്തരത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തിരിച്ചും നടപടി ഉണ്ടാകണം. ഇതായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം. മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത്, AMMA എന്ന സംഘടനയ്ക്കെതിരെ അതിൽ അംഗമായിട്ടുള്ള ഒരാൾ കൃത്യമായി ശക്തമായ ഒരു നിലപാട് പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഈ 2017 ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് AMMA എന്ന സംഘടനയ്ക്ക് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായ നടപടിയെടുക്കാനോ അന്വേഷണം നടത്താനോ ഇടപെടാനോ ആ സംഘടനയ്ക്ക് സാധിച്ചില്ല. കൃത്യമായ വീഴ്ച ആ സംഘടനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി തെളിച്ചമുള്ള വാക്കുകളിലൂടെ പൃഥ്വിരാജ് ഇന്നത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആദ്യം മൊഴി നൽകിയ അഭിനേതാക്കളിൽ ഒരാൾ കൂടിയാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ ആ വിഷയം കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. അല്ലെങ്കിൽ അത് ഒരു മറ്റു താരങ്ങൾ പറഞ്ഞതുപോലെ ഒരു അഴകുഴമ്പൻ മറ്റുള്ള മറുപടികളിലേക്ക് പോകാതെ കൃത്യമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് ഇന്നത്തെ പ്രസ് മീറ്റിൽ ആകെ സംസാരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം അദ്ദേഹത്തിന് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ എന്ന് വെച്ച് അത്തരത്തിലൊരു ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. അത്തരത്തിലൊരു ഗ്രൂപ്പ് ഉണ്ട് എങ്കിൽ കൃത്യമായും അത് തച്ചുടയ്ക്കേണ്ടതുണ്ട് എന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പാർവതി തെരുവോത്ത് എന്ന് പറയുന്ന അഭിനേത്രിക്ക് ഈ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ അവരുടെ അവസരങ്ങൾ നഷ്ടമായതിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ അവരെക്കാൾ മുൻപുള്ളത് ഞാനല്ലേ? നിലപാട് പറഞ്ഞതിന്റെ പേരിൽ അവസരം നിഷേധിക്കപ്പെടുന്നതാണ് നിങ്ങൾ പറയുന്ന പവർ ഗ്രൂപ്പ് എങ്കിൽ അത്തരത്തിലൊരു സംവിധാനം ഉണ്ട് എന്നും പൃഥ്വിരാജ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ നിലപാട്, അല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകിക്കൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് ഇന്നത്തെ പ്രസ് മീറ്റ് നടത്തിയിട്ടുള്ള. അദ്ദേഹം പ്രസ് മീറ്റ് അവസാനിപ്പിച്ചതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഓരോ മൊഴികളുടെയും കൃത്യമായ അന്വേഷണം നടത്തണം, കൃത്യമായ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് സുജയ.